യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ആ വചനപ്രകാരമാണ്: ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ചു ഒരേ ആത്മാവും ഒരേ അഭിപ്രായവുമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ താങ്കളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ ഓർത്ത് സ്തുതിക്കാം. ദൈവം തരുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം തേടി അങ്ങയോടൊപ്പം ഞങ്ങളായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ പിതാവേ, ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടബാധ്യതയാൽ വലയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ച പിതാവേ, ഇന്ന് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങളിൽ ജപ്തി നോട്ടീസ് വരെ വന്നു കിടക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പിതാവേ, അപ്പാ പിതാവേ, എല്ലാ രോഗികളെയും ചെറുതും വലുതുമായ എല്ലാ രോഗമുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും അങ്ങേ വിളിച്ച് കരയുന്ന മക്കളുടെ കരച്ചിൽ കേൾക്കുവാനും അവർക്ക് മറുപടി കൊടുക്കുവാനും അങ്ങേക്ക് മാത്രമേ സാധ്യമുള്ളപ്പാ. അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഇപ്പോൾ വിശേഷാൽ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളെയും സഹായിക്കണമേ. അങ്ങയുടെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. ഈ വചനത്തോടൊപ്പം ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവേ, പിതാവേ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുവാനും അങ്ങയുടെ കൂട്ടായ്മയിലും അങ്ങയുടെ മക്കളായും ജീവിക്കുവാൻ തക്കവിധം കർത്താവ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പരിശുദ്ധിയിലും വിശുദ്ധിയിലും നിറയ്ക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എന്നെ, എൻ്റെ കുടുംബത്തെ എനിക്ക് അങ്ങ് ദാനമായി തന്ന സമസ്ത അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, അവരെയും ഈ കൂട്ടായ്മയിൽ കർത്താവെ ആരെല്ലാം കടന്നു വരുന്നുവോ, ആരെല്ലാം ഇത് കേൾക്കുന്നോ, അവരെയെല്ലാം സമർത്ഥമായി അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ ദാനമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഓരോ വ്യക്തി ജീവിതങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ, ആമേൻ. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ പിതാവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. എല്ലാ പ്രാർത്ഥനയും കേട്ട് പിതാവായ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വം ആരാധന. ആമേൻ, ആമേൻ, ആമേൻ.